ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര ഉത്സവങ്ങളിലൊന്നായ കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് തുടക്കമായി. അതായത് നവംബർ 13-ന് ഈ വർഷത്തെ 2024 കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് തുടക്കമായി. എല്ലാ വർഷവും നടത്തുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം എന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രോത്സവങ്ങളിലൊന്നാണ് ഈ കൽപ്പാത്തി രഥോത്സവം എന്നത്. പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തിയിലെ ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ രഥോത്സവം നടക്കുന്നത്. ശ്രീ വിശാലാക്ഷി സമതേ ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അതായത് വിശാലാക്ഷി എന്നത് പാർവതിയെയും വിശ്വനാഥൻ എന്നത് ശിവനെയും സൂചിപ്പിക്കുന്നു. ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ഇത് 1425, അതായത് AD 1425 ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 10 ദിവസങ്ങളിലായിട്ടാണ് ഈ ഉത്സവം നടക്കുന്നത്. അതായത് 10 ദിവസങ്ങൾ. ആദ്യത്തെ 4 ദിവസങ്ങളിൽ ക്ഷേത്രപാരായണവും സാംസ്കാരിക പരിപാടികളും, ക്ഷേത്രത്തിനുള്ളിൽ പാരായണവും സാംസ്കാരിക പരിപാടികളും ഒക്കെ നടക്കും. അവസാന 3 ദിവസങ്ങളിലാണ് രഥോത്സവത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികൾ നടക്കുന്നത്. അതായത് അലങ്കരിച്ച രഥങ്ങൾ വലിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയൊക്കെ അവസാന 3 ദിവസങ്ങളിൽ തെരുവുകളിലൂടെ നടക്കും. അതാണ് ഈ രഥോത്സവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത്. ഉത്സവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം എന്നത് ഈ അലങ്കരിച്ച രഥങ്ങൾ വലിച്ചുകൊണ്ടുള്ളൊരു ഘോഷയാത്രയാണ്. അത് അവസാന 3 ദിവസങ്ങളിൽ നടക്കും. അങ്ങനെ മൊത്തം 10 ദിവസങ്ങളായിട്ടാണ് ഈ ഉത്സവം നടക്കുന്നത്. വർഷങ്ങളോളം പഴക്കമുള്ള, അല്ലെങ്കിൽ 1425 സ്ഥാപിച്ച ഈ ക്ഷേത്രം ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാലക്കാട് കൽപ്പാത്തിയിലെ രഥോത്സവം. ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ കൽപ്പാത്തി എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യയിലെ പ്രശസ്തമായ വാരാണസി, കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ക്ഷേത്രവുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിന് കൽപ്പാത്തി എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം. ആദ്യകാല ബ്രാഹ്മണരുടെ ഒരു കേന്ദ്രമായിരുന്നു, തമിഴ് ബ്രാഹ്മണരുടെ ഒരു കേന്ദ്രമായിരുന്നു കൽപ്പാത്തി എന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1425 ഇത് സ്ഥാപിച്ചത്, ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അതായത് അന്നത്തെ പാലക്കാട് രാജാവായിരുന്ന കോമ്പി അച്ഛനായിരുന്നു ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അതോടൊപ്പം ലക്ഷ്മി അമ്മാൾ എന്ന വിധവ വാരാണസിയിൽ പോയി ലിംഗം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. നിളാനദി, അതായത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയുന്നത്. പാലക്കാട് നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. അതായത് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് പാലക്കാട് ബസ് സ്റ്റാൻഡ് 3 കിലോമീറ്റർ, ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ 3 കിലോമീറ്റർ, ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് കോയമ്പത്തൂർ എയർപോർട്ട് 70 കിലോമീറ്റർ, ഒറ്റപ്പാലത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്ററും, ഷൊർണൂരിൽ നിന്നും ഏകദേശം 47 കിലോമീറ്ററും, മണ്ണാർക്കാട് നിന്നും ഏകദേശം 35 കിലോമീറ്ററുമാണ് കൽപ്പാത്തിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര ഉത്സവങ്ങളിലൊന്നാണ് കൽപ്പാത്തി രഥോത്സവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.